ധാവയ്ക്ക് വേണ്ടി റെഡിയാക്കിയ മരുന്ന് അവളുടെ അടുത്തേക്ക് എടുത്തുകൊണ്ട് വന്നത് യാൻഷിങ്ങും ഷെന്തുവും കൂടിയാണ്. ഈ മരുന്ന് എന്തെങ്കിലും വിഷമാണോ എന്ന് ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഷെന്തു യാൻഷിങ്ങിനോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങി അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്തിനാണ് അവൻ അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച് യാൻഷിങ് വഴക്കുണ്ടാക്കുന്നു. ആരെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയല്ലേ പറ്റുള്ളൂ. എന്തായാലും നിന്നെ കൊണ്ട് ട്രൈ ചെയ്യിക്കുന്നതിനേക്കാൾ ഞാൻ തന്നെ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഷെന്തു അവളെ സമാധാനിപ്പിക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞിട്ടും അവന് കുഴപ്പമൊന്നും ഇല്ലാത്തതിനാൽ അവർ അകത്തേക്ക് പോയി അത് സാവയെ കുടിപ്പിക്കുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ സാവയി കണ്ണു തുറക്കുന്നുണ്ട്. അങ്ങനെ മരുന്ന് ഒറിജിനൽ തന്നെയാണ് എന്ന് എല്ലാവർക്കും ഉറപ്പാവുന്നു. അവൾ ജീവിതത്തിലേക്ക് തിരികെ വന്നതിന് എല്ലാവരും ഷെന്തുവിനോട് നന്ദി അറിയിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പ്രിൻസസ് കൊടുത്തയച്ച ഒരു സമ്മാനവും അവിടെ എത്തുന്നുണ്ട്. സാവയുടെയും ഹാനിന്റെയും വിവാഹത്തിന് അനുമതി നൽകിക്കൊണ്ട് പ്രിൻസസ് വിലപിടിപ്പുള്ള ഒരു സമ്മാനം അവർക്കായി കൊടുത്തയച്ചിരിക്കുകയാണ്. അങ്ങനെ അവരുടെ സന്തോഷം ഇരട്ടിയാവുന്നുണ്ട്. ഇത്ര നാളും പ്രിൻസസിനെ പേടിച്ചായിരുന്നാൽ അവരുടെ വിവാഹം നീട്ടിക്കൊണ്ടു പോയിരുന്നത് ഇപ്പോൾ ആ തടസ്സം മാറിയിരിക്കുന്നു. അവിടെ നിന്ന് തിരികെ പോകുന്ന വഴി ലൂവോഷി എന്തിനാണ് ഇങ്ങനെ മനഃപൂർവ്വം സാവയെ ആദ്യം വിഷം ഏൽപ്പിച്ചതിന് ശേഷം പിന്നീട് അവളെ രക്ഷപ്പെടുത്താനുള്ള മരുന്ന് നൽകിയത് എന്ന് യാൻഷിങ് ഷെന്തുവിനോട് ചോദിക്കുന്നു. ലൂവോഷിയാണ് ഇതിന്റെ പിന്നിലെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ലൂവോഷിയുടെ ടാർഗറ്റ് സാവയല്ല, എന്നെയാണ് അവൻ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് അവന്റെ ശരിക്കുള്ള പ്ലാൻ എന്ന് കാത്തിരുന്ന് തന്നെ അറിയേണ്ടി വരും എന്നൊക്കെ ഷെന്തു അവളോട് പറയുന്നുണ്ട്. ചേച്ചിയുടെ പ്രശ്നമൊക്കെ പരിഹരിച്ചതോടെ യാൻഷിങ് അന്ന് മുതൽ ഗവൺമെന്റ് ഒഫീഷ്യൽ എക്സാമിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങുന്നു. രാജ്ഞിയുടെ മുന്നിൽ ഒഫീഷ്യലായി ടെസ്റ്റ് പാസ്സാവും എന്നൊക്കെ അവൾ പറഞ്ഞതല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും നന്നായി പഠിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് രാത്രി ഉറക്കമിടിച്ചിരുന്ന് അവൾ പഠിത്തം തുടങ്ങിയിരിക്കുകയാണ്. ഷെന്തുവിന് കുറച്ചൊക്കെ റൊമാൻസ് ആയാൽ കൊള്ളാമെന്ന് ഇപ്പോൾ ആഗ്രഹമുണ്ട്. പക്ഷേ യാൻഷിങ് ഇങ്ങനെ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നത് കാരണം അവൻ അതിനുള്ള ചാൻസ് കിട്ടുന്നില്ല. പിന്നെ അവൾക്ക് പഠനത്തോട് താല്പര്യമായതുകൊണ്ട് അവൻ അവളെ കൂടുതൽ ശല്യപ്പെടുത്താനും പോകുന്നില്ല, സപ്പോർട്ട് ചെയ്ത് കൂടെ നൽകുന്നു. ഇതിനിടയിൽ ചുച്ചു രഹസ്യമായി ലൂവോഷിയെ മീറ്റ് ചെയ്തിട്ട് ആ മരുന്ന് തനിക്ക് നന്ദി അറിയിക്കുന്നു. ആദ്യം അവൻ ആ കുറിപ്പ് നൽകിയപ്പോൾ അത് ശരിക്കും ഉള്ളതാണോ എന്ന് അവൾക്ക് അത്ര വിശ്വാസമുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ സാവയെ തിരികെ ജീവിതത്തിലേക്ക് വന്നത് കാരണം അവൻ തന്നെ സഹായിച്ചതാണ് എന്ന് ചുച്ചുവിന് ഉറപ്പായിരിക്കുന്നു. അതുകൊണ്ട് നേരത്തെ അവനോടുണ്ടായിരുന്ന പേടിയൊക്കെ ഒന്നുകൂടി അവൾക്ക് കുറയുന്നുണ്ട്. പക്ഷേ ഇതിന് പകരമായിട്ട് എന്താണ് അവൾ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ലൂവോഷി അടുത്തേക്ക് ചെന്നപ്പോൾ അവൾ ശരിക്കും പേടിച്ചു പോകുന്നുണ്ട്. ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നായിരുന്നു അവർ മീറ്റ് ചെയ്തത്. ഈ സമയത്ത് അവളെ അന്വേഷിച്ച് ജിയാങ് അങ്ങോട്ടേക്ക് വരുന്നതിനാൽ ലൂവോഷി പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുന്നുണ്ട്. പക്ഷേ ചുച്ചു ശരിക്കും പേടിച്ചു പോയിരുന്നതിനാൽ പിന്നീട് അവൾക്ക് നടക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ജിയാങ്ങിനോട് പറഞ്ഞ് അവനെ കൊണ്ട് എടുപ്പിച്ചാണ് അവൾ പിന്നീട് തിരികെ പോയത്. യാൻഷിങ് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം രാത്രിയും പകലും ഊണും ഉറക്കവും ഇല്ലാതെ പഠനത്തിന്റെ ശ്രദ്ധയിൽ തന്നെ ആയിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് എക്സാം നടക്കുന്നു. എക്സാം അവൾ നന്നായി തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അധികം വൈകാതെ അതിന്റെ റിസൾട്ടും വരുന്നു. എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് അവൾക്കാണ്. അങ്ങനെ അവൾ ഉന്നത വിജയം നേടിയിരിക്കുകയാണ്. ചുച്ചുവും അവൾക്കൊപ്പം എക്സാം എഴുതിയിരുന്നു. അവളും പാസ്സായിട്ടുണ്ട്. പക്ഷേ റാങ്ക് ഏറ്റവും പുറകിലാണ്. എന്നാലും അവളുടെ അച്ഛൻ വിവരമറിഞ്ഞ് അവളുടെ അടുത്തെത്തി അവളെ അഭിനന്ദിക്കുന്നുണ്ട്. യാൻഷിങ്ങിന്റെ അച്ഛനും അമ്മയും അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ചുച്ചുവിന്റെ അച്ഛൻ കാണിക്കുന്നത് പോലെയുള്ള സ്നേഹപ്രകടനമൊന്നും അവർ കാണിക്കുന്നില്ല. അവളുടെ വിജയത്തിൽ അവർക്കും സന്തോഷമുണ്ട്. റിസൾട്ട് അറിയാൻ ഷെന്തുവും എത്തിയിരുന്നു. റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് പോവാതെ തിരികെ പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെയാണ് അടുത്തതായി ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന ഒഫീഷ്യൽസിന്റെ ലിസ്റ്റും പുറത്തുവിടുന്നത്. ആ ലിസ്റ്റും ഈ റിസൾട്ട് എഴുതിയിരുന്ന ബോർഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. അടുത്തിടെയായി മന്ത്രി സാങ്ങിന് വേണ്ടി സ്പൈ വർക്കൊന്നും ചെയ്യാത്തത് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒഫീഷ്യൽസിന്റെ ലിസ്റ്റിൽ അച്ഛന്റെ പേരും ഉണ്ടാവുമെന്നായിരുന്നു യാൻഷിങ് കരുതിയിരുന്നത്. പക്ഷേ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ അച്ഛന്റെ പേരില്ല എന്ന് കണ്ട് അവൾക്ക് ശരിക്കും സന്തോഷമാവുന്നു. വിവരം പറഞ്ഞപ്പോൾ അച്ഛനും സന്തോഷമാവുന്നുണ്ട്. എന്തായാലും മന്ത്രി തൽക്കാലം തങ്ങളെ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്വാസമാവുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമായതോടെ സാവയുടെയും ഹാനിന്റെയും വിവാഹം നടത്താൻ തീരുമാനിക്കുന്നു. യാൻഷിങ്ങിന്റെ മറ്റൊരു ചേച്ചിയുടെയും വിവാഹം നേരത്തെ കഴിഞ്ഞിരുന്നതാണല്ലോ. ഇപ്പോൾ അവർ ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അവരുടെ ഭർത്താവിന് അവളോട് ഒട്ടും സ്നേഹമില്ല എന്നുള്ള കാര്യം യാൻഷിങ് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ. പക്ഷെ ഇപ്പോൾ സാവയുടെ വിവാഹം കൂടി കഴിയുന്നതോടെ അവൾ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത് കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കും എന്നൊക്കെ വിവാഹ ദിവസം അച്ഛൻ അവളോട് സംസാരിക്കുന്നു. പക്ഷെ സ്നേഹമില്ലാത്ത അയാളുടെ കൂടെ ഇനി ജീവിതം നശിപ്പിച്ചു കളയാൻ ആഗ്രഹിക്കുന്നില്ല. യാൻഷിങ് ഇപ്പോൾ ടെസ്റ്റ് എഴുതി ഒഫീഷ്യൽ ആയതുപോലെ ഞാനും എന്തെങ്കിലും ജോലി പഠിച്ചാൽ എനിക്ക് ജീവിക്കാനുള്ള വഴി കണ്ടെത്താൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യാൻ അനുവാദം നൽകണം എന്നൊക്കെ ആ ചേച്ചി അച്ഛനോട് പറയുന്നു. ഡിവോഴ്സ് ചെയ്ത് പെൺമക്കൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് കുടുംബത്തിന് ചീത്തപ്പേരാണ് എന്ന് പറഞ്ഞ് അച്ഛൻ കുറെ എതിർക്കുന്നുണ്ട്. ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്ന യാൻഷിങ് അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് അങ്ങനെ നിർബന്ധിച്ച് ഒരാളെ ഇഷ്ടമില്ലാത്ത ജീവിതത്തിന് ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ചേച്ചിക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്വന്തമായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അത് മാത്രമല്ല ചേച്ചി അങ്ങനെ ഡിവോഴ്സായി വന്ന് നിൽക്കുന്നതുകൊണ്ട് ഷെന്തു ഒരിക്കലും തങ്ങളുടെ കുടുംബ മഹിമയുടെ പേരിൽ കുറ്റപ്പെടുത്തില്ല എന്നും അവൾ പറയുന്നുണ്ട്. സാവയും യാൻഷിങ്ങിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഹാനും ഈ ഒരു വിഷയത്തിന്റെ പേരിൽ തങ്ങളുടെ കുടുംബത്തെ ചെറുതായി കാണില്ല എന്ന് സാവയും പറയുന്നു. എല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നതിനാൽ അച്ഛൻ അവരുടെ ഡിവോഴ്സിന് സമ്മതിക്കുന്നുണ്ട്. സാവയുടെയും ഹാനിന്റെയും വിവാഹം അത്യാവശ്യം ആഡംബരമായി തന്നെയാണ് നടത്തിയത്. ഒരുപാട് ഗസ്റ്റുകളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഹാനിന്റെ ചേട്ടനായ ബാബു ഭുവാനും വിരുന്നിനെത്തുന്നു.
ഹാൻ ചേട്ടനോട് സംസാരിക്കാതെ പിണക്കത്തിലാണല്ലോ, അതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോവാതെ അദ്ദേഹം നേരിട്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ ഹാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വരൻ്റെ കൂട്ടരുടെ കൂടെയാണ് ചേട്ടൻ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ചേട്ടനും അനിയനും തമ്മിലുള്ള പ്രശ്നം ഇവിടെ സോൾവ് ആവുന്നുണ്ട്. ബാബുഹാൻ സന്തോഷത്തോടെ അവൻ്റെ കൂടെ പോയിരിക്കുന്നു. ചുച്ചുവും യാൻഷിങ്ങും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ചെന്തു ഇതുവരെ വന്നിട്ടില്ലാത്തതിനെ കുറിച്ച് ചുച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലുവോഷി കുറെ ആളുകൾക്കൊപ്പം അങ്ങോട്ടേക്ക് വന്നത്. അവനെ വിവാഹത്തിന് ആരും ക്ഷണിച്ചിട്ടില്ല, പക്ഷേ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നത്. അവൻ്റെ പുറകെ തന്നെ ചെന്തുവും എത്തുന്നു. ലുവോഷിയെ കണ്ടപ്പോൾ മുതൽ ചുച്ചു ആകെ എരിപിരി കൊണ്ടതുപോലെ നിൽക്കുകയാണ്. അവളുടെ ഈ മാറ്റം യാൻഷിങ് ചെറുതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ കാര്യം എന്താണെന്നൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. ലുവോഷിയും ചെന്തുവും പതിവ് പോലെ പരസ്പരം വാക്ക് തർക്കമുണ്ടാകുന്നു. അവസാനം ചടങ്ങ് നശിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ലുവോഷി താൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് അവർക്ക് നൽകിയിട്ട് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ തിരികെ പോകുന്നുണ്ട്. ചെന്തു ചെന്ന് യാൻഷിങ്ങിന്റെ ഒപ്പം ഇരുന്നപ്പോൾ അവർക്ക് ശല്യമാവാതെ ചുച്ചു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. മന്ത്രി സാങ് ഇത്തവണത്തെ ട്രാൻസ്ഫർ ആവുന്ന ഓഫീഷ്യൽസിന്റെ കൂട്ടത്തിൽ തങ്ങളുടെ അച്ഛന്റെ പേര് ഉൾപ്പെടുത്താതിരുന്നത് ചെന്തുവിന്റെ സഹായം കൊണ്ടാണോ എന്ന് യാൻഷിങ് അവനോട് രഹസ്യമായി ചോദിക്കുന്നു. അവനതിന് മറുപടി ഒന്നും പറയുന്നില്ലെങ്കിലും അവൻ എന്താ സഹായിച്ചിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. വിവാഹ ചടങ്ങുകളൊക്കെ ഭംഗിയായി തന്നെ പൂർത്തിയാവുന്നുണ്ട്. ഈ സമയത്താണ് രാജ്ഞിയുടെ മുന്നിൽ അവിടുത്തെ കുറച്ച് ദൂരെയുള്ള ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ഗവർണറുടെ ഒരു മെമ്മോറിയൽ എത്തുന്നത്. അവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പുതിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സിറ്റിയിൽ അടുത്തിടെയായി പകുതി ചെകുത്താന്റെ മുഖമുള്ള ആരോ മനുഷ്യരുടെ ശരീരം തിന്നു തുടങ്ങിയിരിക്കുന്നു. മനുഷ്യർ അബോധാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിന്റെ പകുതി ഭാഗമാണ് അയാൾ തിന്നുന്നത്. അയാളുടെ ആക്രമണത്തിനിരയായവർ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോഴാണ് തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന സത്യാവസ്ഥ അറിയുന്നത്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ എത്രയും പെട്ടെന്ന് രാജ്ഞിയുടെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടാവണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗവർണർ മെമ്മോറിയൽ അയച്ചിരിക്കുന്നത്. രാജ്യത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിന് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. അതുകൊണ്ട് കഴിവുള്ള ആരെങ്കിലും അങ്ങോട്ടേക്ക് അന്വേഷണത്തിനായി അയക്കുന്നതിനെ പറ്റി രാജ്ഞി മാഡം ഷൂവുമായി ചർച്ച ചെയ്യുന്നു. ഷെന്തുവിന്റെ പേരാണ് മാഡം ഷൂ സജസ്റ്റ് ചെയ്തത്. രാജ്ഞിയും അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഷെന്തുവിനെയും യാൻഷിങ്ങിനെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നു. ഗവർണർ അയച്ച മെമ്മോറിയൽ രാജ്ഞി ഷെന്തുവിന്റെ കയ്യിൽ നൽകുന്നുണ്ട്. വിഷയം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി അവർ രണ്ടുപേരും കൂടി ആ സിറ്റിയിലേക്ക് ഉടനെ തന്നെ പുറപ്പെടണമെന്നും രാജ്ഞി ഓർഡർ നൽകുന്നുണ്ട്. യാൻഷിങ് ഇപ്പോൾ ടെസ്റ്റ് എഴുതി പാസ്സായി കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ഒരു ഒഫീഷ്യലാണല്ലോ, അതുകൊണ്ട് അവളും കൂടി ഷെന്തുവിന്റെ കൂടെ പോകണമെന്ന് രാജ്ഞി ഓർഡർ നൽകുന്നുണ്ട്. രാജ്ഞിയുടെ കൽപ്പന രണ്ടുപേരും സ്വീകരിക്കുന്നു. അതിനുശേഷം ഷെന്തുവിനോട് പുറത്തേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് യാൻഷിങ്ങിനെ മാത്രം അവർ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. അവൾക്ക് സീക്രട്ടായിട്ട് ഒരു ഓർഡർ നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു രാജ്ഞി അവളെ പ്രത്യേകമായി അവിടെ പിടിച്ചു നിർത്തിയത്. ഇങ്ങോട്ടേക്ക് ഈ പരാതി അയച്ചിരിക്കുന്ന ഗവർണർ ഷിയാൻഷി എന്തോ ചതി കാണിക്കുന്നുണ്ട് എന്ന് രാജ്ഞി സംശയിക്കുന്നു. അതുകൊണ്ട് രഹസ്യമായി അയാളെ വാച്ച് ചെയ്യാനും റിപ്പോർട്ടുകൾ തനിക്ക് അയച്ചു തരാനും വേണ്ടിയിട്ടുള്ള സീക്രട്ട് ഓർഡറാണ് രാജ്ഞി യാൻഷിങ്ങിനെ ഏൽപ്പിച്ചത്. അവൾക്ക് ഇങ്ങനെ ഒരു ഓർഡർ നൽകിയ വിവരം ഷെന്തു അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പോകുന്നത് തണുപ്പുള്ള സ്ഥലത്തേക്ക് ആയതുകൊണ്ട് അവിടെ ധരിക്കാൻ പറ്റിയ കുറച്ച് കമ്പിളി ഉടുപ്പുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അവളെ അവിടെ പിടിച്ചു നിർത്തിയത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി രാജ്ഞി രണ്ടുപേർക്കും പറ്റിയ 2 കമ്പിളി കോട്ടുകൾ കൂടി സമ്മാനിക്കുന്നുണ്ട്. എന്തായാലും യാൻഷിങ് ആ ഓർഡറും ഏറ്റെടുക്കുന്നു. പക്ഷെ അവിടെ നിന്ന് തിരികെ പോയി കഴിഞ്ഞപ്പോൾ ഷെന്തുവിനോട് പറയാതെ തന്നോട് മാത്രമായിട്ട് രാജ്ഞി ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കുമെന്ന് യാൻഷിങ് ചിന്തിക്കുന്നുണ്ട്. ഈ ഗവർണർ ഷിയാൻഷി ഷെന്തുവിന്റെ അച്ഛന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ഷെന്തുവിന് അദ്ദേഹം ചേട്ടന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് ഷെന്തു ഇക്കാര്യത്തിൽ നീതി കാണിക്കുമോ എന്നുള്ള കാര്യത്തിൽ രാജ്ഞിക്ക് സംശയമുണ്ട്. മാത്രമല്ല തലസ്ഥാന നഗരിയിലുള്ള ആരോ ഷിയാൻഷിയുടെ സഹായത്തിനുണ്ട് എന്നും രാജ്ഞി സംശയിക്കുന്നു. അത് ഷെന്തുവായിരിക്കുമോ എന്നുള്ള സംശയവും രാജ്ഞിക്കുണ്ട്. അതൊക്കെ കൊണ്ടുകൂടിയാണ് രാജ്ഞി അവൻ്റെ അടുത്ത് നിന്ന് ഇക്കാര്യം മറച്ചു വെച്ചത്. താൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ ഷെന്തുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് ചിന്തിച്ച് യാൻഷിങ് ആകെ വിഷമത്തിലാവുന്നുണ്ട്. പക്ഷെ അവൾ ഇക്കാര്യമൊന്നും അവനോട് പറയുന്നില്ല. ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ആകെ ആശയക്കുഴപ്പത്തിലാവുന്നതുകൊണ്ട് അവൾ മാസ്റ്ററെ രഹസ്യമായി മീറ്റ് ചെയ്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ ഷിയാൻഷി ഷെന്തുവിന്റെ അച്ഛന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു എന്ന് മാത്രമേ യാൻഷിങ്ങിന് അറിയാമായിരുന്നുള്ളൂ. ഇപ്പോൾ മാസ്റ്ററോട് സംസാരിച്ചപ്പോഴാണ് ഷെന്തുവിന്റെ അച്ഛനെയും കുടുംബത്തെയും വധശിക്ഷയ്ക്ക് വിധിച്ച സമയത്ത് ഷാൻഷി അവർക്ക് വേണ്ടി രാജാവിന്റെ മുന്നിൽ ഒരുപാട് അപേക്ഷിച്ചിരുന്നുവെന്നും അവൻ കാരണമാണ് ഷെന്തുവിനെ തൂക്കിക്കൊല്ലാതെ തടവറയിലേക്ക് അയച്ചത് എന്നുമൊക്കെ അവൾ അറിയുന്നു. അത് മാത്രമല്ല അങ്ങനെ ചെയ്തതിനുള്ള ശിക്ഷയായി അന്ന് തന്നെ അവനെ അതിർത്തിയിലേക്ക് നാട് കടത്തിയിരുന്നതാണ്. പിന്നീടൊരു പ്രമോഷൻ പോലും കിട്ടാത്ത രീതിയിലായിരുന്നു അന്ന് അവിടെ നിന്ന് പറഞ്ഞയച്ചത്. ഇപ്പോൾ ഷിയാൻഷിക്ക് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഷെന്തു അതിന്റെ പേരിൽ കുറ്റക്കാരനാകുമോ എന്ന ഭയമാണോ അവൾക്കെന്ന് മാസ്റ്റർ തുറന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പേടി ഉള്ളതുകൊണ്ട് കേസ് അന്വേഷിക്കാതിരിക്കരുത്. നമ്മൾ സംശയിക്കുന്ന ആൾ നമ്മളോട് എത്ര അടുപ്പമുള്ള ആളാണെങ്കിലും സത്യം അന്വേഷിച്ച് കണ്ടെത്താൻ തയ്യാറാവണം. എന്നാലേ ശരിക്കും നല്ലൊരു അന്വേഷകനാവാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ മാസ്റ്റർ അവളെ ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സ് ക്ലിയർ ആയിട്ടാണ് അവൾ മടങ്ങിയത്. ഷെന്തു ഇങ്ങനെ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകുന്ന വിവരം മന്ത്രി സാങ് അറിയുന്നു. അയാൾ ആദ്യം കുറെ അസ്വസ്ഥനാവുന്നുണ്ട്. പിന്നീട് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിൽ ഷെന്തു പോവട്ടെ എന്ന് തന്നെ അയാൾ സമാധാനിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഷെന്തുവിന്റെ അച്ഛന്റെ കേസുമായി ബന്ധപ്പെട്ട പ്രധാന തെളിവായി സൂക്ഷിച്ചിരുന്ന കത്ത് മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം അയാൾ അറിയുന്നത്. അത്
മോഷ്ടിച്ചത് ഷെന്തു ആയിരിക്കുമോ എന്നും അയാൾ സംശയിക്കുന്നുണ്ട്. അധികം വൈകാതെ ഷെന്തുവും യാൻഷിങ്ങും യാത്ര പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ചുച്ചുവും യാൻഷിങ്ങിനെ യാത്രയാക്കാനായി വന്നിട്ടുണ്ട്. യാൻഷിങ്ങിന്റെ പെൺഫ്രണ്ടായ ചിച്ചിയുടെ ഒരു കത്തുമായിട്ടായിരുന്നു ചുച്ചു അവിടെ എത്തിയത്. ഈ ചിച്ചി പാഞ്ചിയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. യാൻഷിങ്ങിന് അതറിയില്ല. ഇപ്പോൾ അവർ പോകുന്ന സ്ഥലത്തിനടുത്ത് തന്നെയായി ചിച്ചിയും ഉണ്ട് എന്നാണ് ആ കത്തിൽ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് തമ്മിൽ മീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നേരത്തെ തന്നെ അവർക്ക് വേണ്ടി വാങ്ങി വെച്ചിരുന്ന സമ്മാനങ്ങളൊക്കെ കൊണ്ടുപോകാമെന്ന് യാൻഷിങ് തീരുമാനിക്കുന്നുണ്ട്. യാൻഷിങ് കൊണ്ടുപോകാനായി കുറേ അധികം ലഗേജുകൾ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ട് ഒരു യാത്ര പോകുന്നതുകൊണ്ട് ഇത്രയധികം ലഗേജുകൾ കൊണ്ടുപോകാൻ പറ്റില്ല. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്താൽ മതിയെന്ന് ഷെന്തു അവളോട് പറയുന്നു. അത് മാത്രമല്ല, കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിയും കുറവാണ്. അതുകൊണ്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുക്കാൻ അവൻ ഓർഡർ നൽകുന്നുണ്ട്. ഇതെല്ലാം അത്യാവശ്യമുള്ള സാധനങ്ങളാണ് എന്ന് അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവളുടെ അമ്മ അവർ പോകുന്നത് അറിഞ്ഞുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് വന്നത്. വണ്ടിയിൽ സ്ഥലമില്ല, അത് മാത്രമല്ല കുറച്ച് ലഗേജ് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് യാൻഷിങ് അമ്മ കൊണ്ടുവന്ന സാധനങ്ങൾ തിരിച്ച് കൊടുത്തു വിടാൻ തുടങ്ങുന്നു. അത് കണ്ടപ്പോൾ ഷെന്തു പെട്ടെന്ന് അവളെ തടഞ്ഞിട്ട്, നമുക്ക് ഇഷ്ടംപോലെ വണ്ടി ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ അമ്മയെ നിരാശപ്പെടുത്തുന്നത്? എത്ര ലഗേജ് ഉണ്ടെങ്കിലും കൊണ്ടുപോകുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞത് മാറ്റി പറയുന്നുണ്ട്. നല്ല മരുമകനാനുള്ള ശ്രമത്തിലാണ് അവൻ. തങ്ങൾ തിരികെ എത്തുന്നതിന് മുമ്പ് അമ്മയ്ക്കും കുടുംബത്തിനുമൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി യാൻഷിങ്ങിനുണ്ട്. അതുകൊണ്ട് തിരിച്ചു വരുന്നത് വരെ സുരക്ഷിതരായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മയോട് യാത്ര പറഞ്ഞിട്ട് അവർ പുറപ്പെടുന്നു. കുറേ ദൂരം യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് ഇടയ്ക്ക് യാൻഷിങ്ങിന് ബോറടിക്കുന്നുണ്ട്. ഷെന്തു ആണെങ്കിൽ എന്തൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അവളും വായിക്കുന്നു. പക്ഷേ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കുതിരവണ്ടി നിർത്തി അവൾ പുറത്തിറങ്ങുന്നു. ഷെന്തു അവൾക്കൊപ്പം ഇറങ്ങി ചെന്ന് അവളുടെ പുറത്ത് തടവി കൊടുക്കുകയും വാ കഴുകാൻ വെള്ളം നൽകുകയും അത് തുടയ്ക്കാൻ തുണി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൻ്റെ കെയറിങ് ആൻഡ് യാൻഷിങ് ഒന്ന് ടച്ച്ഡായി നിൽക്കുന്ന സമയത്താണ്, നീ വണ്ടിക്കകത്ത് വോമിറ്റ് ചെയ്താലോ എന്ന് പേടിച്ചാണ് ഞാൻ ഇതൊക്കെ കരുതിയത് എന്ന് അവൻ പറഞ്ഞത്. അതോടെ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. നിന്റെ വണ്ടിക്കാരൻ വണ്ടി ഇങ്ങനെയൊക്കെ ഓടിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. എത്ര കുലുക്കും വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ അവനെ കുറ്റപ്പെടുത്തുന്നു. അപ്പോഴാണ് തങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ പല ഭാഗങ്ങളിലായും തങ്ങൾക്ക് നേരെ ഒളി ആക്രമണം നടത്താനായി പലരും ഒളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം അവൻ പറയുന്നത്. അവൾ ഇടയ്ക്ക് ഉറക്കമായിരുന്നതിനാൽ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. ഷെന്തു അവരെയൊക്കെ ഹാൻഡിൽ ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ ആക്രമണത്തിന് തയ്യാറെടുത്ത ആളുകൾ നിൽപ്പുണ്ട് എന്ന് അറിയുന്നതിനാൽ ആ റൂട്ടൊക്കെ മാറ്റി മറ്റു വഴികളിലൂടെയൊക്കെയാണ് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് വണ്ടിക്ക് ഇത്രയധികം കുലുക്കം അനുഭവപ്പെട്ടത് എന്ന് അവൻ അവളോട് പറയുന്നു. തങ്ങളുടെ യാത്ര ഇത്ര റിസ്ക് ഉള്ളതായിരിക്കുമെന്ന് യാൻഷിങ് തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. അവൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത് കാരണം പിന്നീട് അങ്ങോട്ട് വണ്ടിക്കകത്ത് പോവാതെ കുതിരപ്പുറത്താണ് ഷെന്തു അവളെ കൊണ്ട് കയറിയത്. അത് മാത്രമല്ല, വണ്ടിയും കുറേ ആളുകളെയും ഒരു വഴിക്ക് വിറ്റിട്ട് അവനും യാൻഷിങ്ങും ജിങ്ലിനും കൂടി മറ്റൊരു വഴിയിലൂടെയാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് പോയത്. രാത്രി അവരൊരു സത്രത്തിൽ തങ്ങുന്നു. അവിടെയുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇതുവരെ ലഗേജ് ഒന്നും എത്തിയില്ല എന്ന് അവൾ രഹസ്യമായി ജിങ്ലിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഉറക്കെയാണ് അവൻ അതിൻ്റെ മറുപടി നൽകിയത്. ലഗേജൊക്കെ എത്തുന്നതേ ഉള്ളൂ എന്ന് അവൻ അറിയിക്കുന്നു. അവൾ ഇത്ര കാര്യമായി ലഗേജ് കെയർ ചെയ്യുന്നത് ഷെന്തുവിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം നേരത്തെ അവളുടെ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് അതിലുണ്ടെന്ന് ചുച്ചുവിനോട് അവൾ പറയുന്നത് അവൻ കേട്ടിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇത്ര ദേഷ്യം. യാൻഷിങ് അവനെ കൂടുതൽ മൈൻഡ് ചെയ്യാതെ അവൾക്കായി റെഡിയാക്കിയിരുന്ന മുറിയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അവന് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് അവൾ പല ഭാഗങ്ങളിൽ നിന്നായി കളക്ട് ചെയ്ത് ആ പെട്ടിക്കുള്ളിൽ ശേഖരിച്ചിരുന്നതെന്നും അവന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് അന്വേഷിച്ചതെന്നുമൊക്കെ ജിങ്ലിൻ അവനോട് പറയുന്നത്. അവളെ തെറ്റിദ്ധരിച്ചതിൽ അവന് കുറ്റബോധം തോന്നുന്നുണ്ട്. ജിങ്ലിൻ പുറത്തേക്ക് പോയ ശേഷം അവളോട് സോറി പറയാനായി അവൻ അവളുടെ മുറിയുടെ വാതിൽക്കൽ വരെ ചെന്ന് മുട്ടാൻ തുടങ്ങിയതാണ് പിന്നീട് വേണ്ടെന്ന് വെക്കുന്നത്. ഈ സമയത്താണ് മുറിയിൽ മറ്റാരും ഉണ്ടെന്ന് അവന് തോന്നുന്നത്. അങ്ങനെ അവൻ ഒളിച്ചിരുന്ന ആളിനെ കണ്ടുപിടിക്കുന്നു. മറ്റാരുമല്ല, ആദ്യം മുതലേ യാൻഷിങ്ങിന്റെ ശിഷ്യനാവാൻ നടക്കുന്ന ഏയുനായിരുന്നു അത്. ഷെന്തുവിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചോദ്യം ചെയ്യുന്നതിന്റെ ബഹളം കേട്ട് യാൻഷിങ് മുറിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവളെ കണ്ടപ്പോഴാണ് ഷെന്തു അവനെ വിട്ടത്. അവൻ എങ്ങനെ അവിടെ എത്തിയെന്ന് അവൾ ചോദിക്കുന്നു. കാട്ടിൽ എന്തൊക്കെയോ മരുന്നുകൾ ശേഖരിക്കാനായൊക്കെ വന്ന അവൻ യാൻഷിങ് വൊമിറ്റ് ചെയ്യുന്നതിനായി വണ്ടി നിർത്തിയതിന്റെ അടുത്തായി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെ കാണാനിടയാവുന്നു. അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് അവൻ അവരുടെ വണ്ടിക്കുള്ളിൽ കയറി പറ്റിയതാണ്. യാൻഷിങ്ങും ഷെന്തുവും പിന്നീട് കുതിരപ്പുറത്ത് വന്നതുകൊണ്ട് അവനെ കണ്ടതുമില്ല. തന്റെ കൂടെ ഉണ്ടായിരുന്ന കാവൽക്കാരുടെ എല്ലാം കണ്ണ് വെട്ടിച്ച് അവൻ അതിനുള്ളിൽ കയറി പറ്റിയതിന്റെ പേരിൽ ഷെന്തു ജിങ്ലിനെ വിളിച്ച് വഴക്ക് പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ വരെ എത്തിപ്പെട്ടതല്ലേ, ഇനിയിപ്പോൾ അവൻ തങ്ങളുടെ കൂടെ തന്നെ നിന്നോട്ടെ എന്ന് യാൻഷിങ് പറയുന്നു. അവൻ മാസ്റ്റർ എന്നാണ് അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. തന്നെ കൂടി ശിഷ്യനാക്കുമോ എന്ന് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നെ അങ്ങനെ മാസ്റ്റർ എന്നൊന്നും വിളിക്കണ്ട, ചേച്ചി എന്ന് വിളിച്ചാൽ മതി, ഒരു സഹോദരിയായി കണ്ടാൽ മതി എന്ന് യാൻഷിങ് അവനോട് പറയുന്നു. അങ്ങനെ അവൻ അവളെ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. അവനെ കൂടി തങ്ങളുടെ ഒപ്പം കൂട്ടാമെന്ന് യാൻഷിങ് സമ്മതിക്കുന്നുണ്ടെങ്കിലും ഷെന്തു അതിന് തയ്യാറാവുന്നില്ല. കാരണം വളരെ അപകടം പിടിച്ച ഒരു ജോലിക്കാണല്ലോ പോകുന്നത്. ഒരാൾ കൂടി കൂടുന്നത് അപകടം കൂട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അവനെ തിരിച്ചയക്കാമെന്ന് ഷെന്തു പറയുന്നു. അവൻ അവിടെ നിൽക്കുന്നതിനെതിരായി ഷെന്തു ഇങ്ങനെ ശക്തമായി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഏയുൻ അവനെ ബ്രദറിലോ എന്ന് വിളിച്ച് സംസാരിച്ച് തുടങ്ങിയത്. അത് കേട്ടപ്പോൾ ഷെന്തു ഒന്ന് സോഫ്റ്റ് ആവുന്നുണ്ട്. യാൻഷിങ് കുറച്ചു മുമ്പ്
തന്നെ സിസ്റ്ററായി കണ്ടാൽ മതി എന്ന് അവനോട് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അവൻ ബ്രദറിലോ ആവില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് എന്ന് കൂടി യേയുൻ പറയുന്നു. അതോടെ തൽക്കാലം അവനെ അവിടെ സ്റ്റേ ചെയ്യാൻ ഷെന്തു സമ്മതിക്കുന്നുണ്ട്. പക്ഷേ യാൻഷിങ്ങിന്റെ ശിഷ്യനാവാൻ നിൽക്കാതെ തങ്ങളുടെ ആർമിയിൽ ഒരു ട്രെയിനി ആയിട്ടാണ് അവനെ ഉൾപ്പെടുത്താൻ അവൻ ഉദ്ദേശിച്ചത്. അവന്റെ മേൽനോട്ടം ജിംഗ്ലിനെ ഏൽപ്പിച്ച് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അടുത്ത ദിവസം തന്നെ അവർ യാത്ര തുടർന്നു. അധികം വൈകാതെ യിങ്ഷുവിൽ എത്തുകയും ചെയ്യുന്നു. അവിടെ മഞ്ഞ് വീഴുന്ന സമയമാണ്, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അവർ ഗവർണറുടെ സ്ഥലത്ത് എത്തുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ടുള്ള ബീഷു ആണ് അവരെ വെൽക്കം ചെയ്തത്. പക്ഷേ ഇവരുടെ വരവ് നേരത്തെ അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് വേണ്ടത്ര തയ്യാറെടുപ്പുകളൊന്നും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ സോറി പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ ഗവർണറായ ഷിയാൻഷി അങ്ങോട്ടേക്ക് എത്തിയത്. ഒരുപാട് കാലത്തിന് ശേഷം വളരെ വേണ്ടപ്പെട്ട ആരെയോ കാണുന്ന ഒരു ഫീൽ ആയിരുന്നു ഷെന്തുവിന്. പക്ഷെ ആ ഒരു അറ്റാച്ച്മെന്റ് അദ്ദേഹം അവനോട് കാണിക്കുന്നില്ല. അദ്ദേഹം അവിടേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് വന്ന സ്മെല്ല് കാരണം ഏതെങ്കിലും ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്നാണോ വരുന്നത് എന്ന് യാൻഷിങ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അവൾക്ക് എങ്ങനെയാണത് മനസ്സിലായതെന്ന് അദ്ദേഹം അത്ഭുതപ്പെടുന്നു. ശരിക്കും ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ഡെഡ് ബോഡി പരിശോധിച്ച ശേഷമായിരുന്നു അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നത്. അവളുടെ കഴിവിനെ അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട്. ഷിയാൻഷി തന്നെ സൗഹൃദത്തോടെ സംസാരിക്കാനായി ക്ഷണിക്കും എന്നുള്ള പ്രതീക്ഷ ഷെന്തുവിനുണ്ടായിരുന്നു. പക്ഷേ ആദ്യമേ തന്നെ അവർക്കിടയിൽ ഒരു അതിര് വരയ്ക്കാനായി അദ്ദേഹം കേസുകളെ പറ്റി അന്വേഷിക്കാനുണ്ട് എന്ന് പറഞ്ഞ് തിരക്ക് കാണിക്കുന്നു. ഇത്ര ദൂരം യാത്ര ചെയ്തു വന്ന അവനെ പോലെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥന് ഒരു ചായ പോലും നൽകി സൽക്കരിക്കാൻ തയ്യാറാവാത്തതിന്റെ പേരിൽ ജിംഗ്ലിൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹം തന്നോട് മനഃപൂർവ്വം അകലം കാണിക്കുകയാണ് എന്ന് മനസ്സിലായ ഷെന്തു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അത് മാത്രമല്ല ജിംഗ്ലിനെയും യേയുനെയും കൂടി ഫുഡ് കഴിക്കാനായി പറഞ്ഞയച്ചിട്ട് അവനും യാൻഷിങ്ങും കൂടി കേസിന്റെ അന്വേഷണത്തിനായി ഷിയാങ്ഷിയോടൊപ്പം പോകുന്നു. മോർച്ചറിയിലേക്കായിരുന്നു അവർ പോയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഡെഡ് ബോഡികൾ യാൻഷിങ് പരിശോധിക്കാൻ തുടങ്ങുന്നു. ഡെഡ് ബോഡികൾ കുറിച്ച് ഭീകരമായിട്ടുള്ള അവസ്ഥയിലാണുള്ളത്, പേടിക്കും എന്ന് പറഞ്ഞ് ഷിയാൻഷി അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൾ അങ്ങനെയൊന്നും പേടിക്കുന്ന കൂട്ടത്തിലല്ല. എന്റെ ഭാര്യ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് ഷെന്തു പറയുന്നു. യാൻഷിങ്ങിന് അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു പേടിയുമില്ലല്ലോ. അങ്ങനെ അവൾ ഡെഡ് ബോഡികൾ പരിശോധിക്കുന്നുണ്ട്. അത് നോക്കിയപ്പോൾ മനസ്സിലായ കാര്യങ്ങളൊക്കെ അവൾ അവരോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അവളുടെ കണ്ടെത്തലുകളൊക്കെ വളരെ ശരിയാണ് എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് പാഞ്ചി അങ്ങോട്ടേക്ക് കയറി വന്നത്. അവനെ അവിടെ കണ്ട് അവൾ ശരിക്കും അത്ഭുതപ്പെടുന്നു. ഷെന്തുവും ഇവനിവിടെ എങ്ങനെ എത്തിയെന്ന് മറ്റുള്ളവനെ നോക്കുകയാണ്. അപ്പോഴാണ് ഷിയാൻഷി പാഞ്ചിയെ പരിചയപ്പെടുത്തുന്നത്. ആ പ്രദേശത്തൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് പാഞ്ചിയാണ് അവൻ എന്ന് ഷിയാൻഷി അവരോട് പറയുന്നു. യാൻഷിങ്ങിന് മുമ്പ് തന്നെ അങ്ങനൊരു സംശയം ഉണ്ടായിരുന്നല്ലോ. തന്റെ സംശയം ശരിയായിരുന്നു എന്ന് അവൾക്കിപ്പോൾ ബോധ്യമാവുന്നു. പാഞ്ചി നേരത്തെ തന്നെ ആ ഡെഡ് ബോഡി പരിശോധിച്ചിരുന്നതാണ്. അതിൽ നിന്ന് അവന് മനസ്സിലായ കാര്യങ്ങളൊക്കെ അവൻ യാൻഷിങ്ങിനോട് പറയുന്നു. അവൾ തനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അവനോട് പറയുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടി ഡെഡ് ബോഡി വീണ്ടും ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഷെന്തുവിന് അവനങ്ങോട്ട് വന്നത് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് അന്വേഷണം തുടങ്ങാൻ പോകുന്നത്. കാരണം തൽക്കാലം ഇന്ന് ഇത്രയും മതി, ബാക്കി നാളെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഷെന്തു ഇടയ്ക്ക് കയറി യാൻഷിങ്ങിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. നന്നായി വിശക്കുന്നുണ്ട്. യാൻഷിങ് നേരത്തെ ഉണ്ടാക്കി നൽകാമെന്ന് പറഞ്ഞ മെഡിസിനൽ ഫുഡ് ഉണ്ടാക്കി തരാൻ പറഞ്ഞുകൊണ്ടാണ് അവൻ അവളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയത്. ഇപ്പോൾ ഈ കൈ ഉപയോഗിച്ച് ഞാനൊരു ഡെഡ് ബോഡി പരിശോധിച്ചതേ ഉള്ളൂ. ഈ കൈ കൊണ്ട് തന്നെ വേണം നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ. ഞാൻ അങ്ങനെ ഉണ്ടാക്കി തന്നാൽ തന്നെ നിനക്കത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു കുഴപ്പമേ ഇല്ല. അവൾ തന്നെ ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് അവൻ നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ അടുക്കളയിലേക്ക് പോയ സമയത്ത് ഷെന്തു അവർക്കായി തയ്യാറാക്കിയിരിക്കുന്ന മുറിയിലേക്ക് ചെല്ലുന്നു. എന്തായാലും മുറി അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒരു വെൽക്കം ട്രീറ്റ് നടത്തിയില്ലെങ്കിലും താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഷിയാൻഷി അറേഞ്ച് ചെയ്ത് തന്നല്ലോ എന്നൊക്കെ ജിംഗ്ലിൻ കുറ്റപ്പെടുത്തും പോലെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഷെന്തു സമ്മതിക്കുന്നില്ല. യാൻഷിങ് അവനുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയിരിക്കുകയാണ് എന്നാണല്ലോ അവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ യേയുൻ അവനുള്ള ഫുഡുമായി അങ്ങോട്ടേക്ക് വരുന്നു. ഫുഡ് ഉണ്ടാക്കുന്ന വിധമൊക്കെ അവന് പറഞ്ഞു കൊടുത്തിട്ട് അത് റെഡിയാക്കാൻ അവനെ ഏൽപ്പിച്ചിട്ട് യാൻഷിങ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായി പോയിരിക്കുകയാണ് എന്ന് യേയുൻ ഷെന്തുവിനെ അറിയിക്കുന്നു. കത്തിലൂടെ മാത്രം പരിചയപ്പെട്ടിട്ടുള്ള ചിച്ചിയെ അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് യാൻഷിങ് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നല്ലോ. ചിച്ചിയെ കാണാൻ വേണ്ടിയിട്ടാണ് അവൾ പോയിരിക്കുന്നത്. തമ്മിൽ മീറ്റ് ചെയ്യുന്നതിനായി അവർ നേരത്തെ തന്നെ ഒരു സീക്രട്ട് കോഡ് ഷെയർ ചെയ്തിരുന്നു. അവൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ സീക്രട്ട് കോഡും പറഞ്ഞുകൊണ്ട് പാഞ്ചി അങ്ങോട്ടേക്ക് വരുന്നു. അവനെ അവിടെ കണ്ടപ്പോൾ ഈ കോഡ് ഇവനെ എങ്ങനെ അറിഞ്ഞു എന്ന് അവൾ ആദ്യം അമ്പരക്കുന്നുണ്ട്. പിന്നീടാണ് അവനാണ് ചിച്ചി എന്ന് അവൾ അറിയുന്നത്. ഇത്രയും നാളും അതൊരു പെണ്ണായിരുന്നു എന്നായിരുന്നല്ലോ യാൻഷിങ് കരുതിയിരുന്നത്. ഇപ്പോൾ ചീറ്റ് ചെയ്യപ്പെട്ടതുപോലെയാണ് അവൾക്ക് തോന്നിയത്. എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞുണ്ടാക്കിയതെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. പക്ഷേ മനഃപൂർവ്വം അങ്ങനെ ഒരു കള്ളം ഞാൻ പറഞ്ഞതല്ല. ആദ്യം എനിക്ക് റിപ്ലൈ അയച്ച കത്തിൽ നീ തന്നെയാണ് എന്നെ മിസ് എന്ന രീതിയിൽ സംബോധന ചെയ്തത്. പിന്നെ ഞാനത് തിരുത്തിയില്ലെന്നേ ഉള്ളൂ എന്ന് പാഞ്ചി പറയുന്നു. യാൻഷിങ് അങ്ങനെ ആദ്യത്തെ കത്തിലൂടെ അവന് പെണ്ണാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം സ്ത്രീകൾ എഴുതുന്നത് പോലെ നല്ല മണമുള്ള ഒരു പേപ്പറിലായിരുന്നു അവൻ ആദ്യത്തെ കത്ത് എഴുതിയത്. മാത്രമല്ല ഒരു പൂവും അതിന്റെ ഒപ്പം വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് ഞാൻ തെറ്റിദ്ധരിച്ചത് എന്ന് അവൾ പറയുന്നു. പാഞ്ചിക്ക് നേരത്തെ കുറച്ച് സ്ത്രീകളുമായിട്ടൊക്കെ അടുപ്പമുണ്ടായിരുന്നു. അവൻ ഒരു കവിത എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് നൽകിയ പേപ്പറിലായിരുന്നു അവൻ ആദ്യം അവർക്കുള്ള കത്ത് അയച്ചത്.
മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസിലേക്കായിരുന്നു അവൻ കത്തയച്ചത്. ആ കത്ത് മന്ത്രി വു നോക്കാത്തത് കാരണം യാൻഷിങ് ചെക്ക് ചെയ്തപ്പോഴാണ് അത് കാണുന്നത്. അവിടുത്തെ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയായിരുന്നു കത്തിലുണ്ടായിരുന്നത്. അങ്ങനെ അതിന് മറുപടി നൽകിയാണ് അവർ തമ്മിൽ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത്. പിന്നീട് അത് നല്ല സൗഹൃദമായി വളർന്നു. അവൾ തന്നെ പെണ്ണാണെന്ന് തെറ്റിദ്ധരിച്ചത് പിന്നെ തിരുത്താൻ തയ്യാറാവാതിരുന്നത്. പെണ്ണായാലും ആണായാലും നമുക്കിടയിൽ പേനയിലൂടെ നല്ലൊരു സൗഹൃദം വളർന്നിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഞാൻ അന്ന് വില നൽകിയത്, മറ്റൊന്നും ഞാൻ നോക്കിയിരുന്നില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പാഞ്ചി അവളോട് പറയുന്നു. തമ്മിൽ കണ്ടതിന്റെ സന്തോഷമായി പാഞ്ചി അവൾക്കൊരു സമ്മാനം നൽകുന്നുണ്ട്. ആ സിറ്റിയിലെ പ്രധാനപ്പെട്ട ടൂൾസിനെയും ടെക്നിക്സിനെയും പറ്റിയൊക്കെയുള്ള ഒരു ബുക്കായിരുന്നു അവൻ അവൾക്ക് സമ്മാനിച്ചത്. യാൻഷിങ് അപ്പോൾ തന്നെ അത് തുറന്നു നോക്കുന്നു. അവൾക്കത് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടി കുറച്ചു മുമ്പ് ഒരു ഡെഡ് ബോഡി പരിശോധിച്ചിരുന്നല്ലോ. ആ ആൾ ഏതായുധം കൊല്ലപ്പെട്ടത് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ ബുക്കിലുണ്ടായിരുന്ന ഒരു ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ഈ ആയുധം കൊണ്ടായിരിക്കണം അയാളെ കൊന്നത് എന്ന് പാഞ്ചി അവളോട് പറയുന്നു. അങ്ങനെ തോന്നാനുള്ള കാരണവും അവൻ വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ സർപ്പകന്യക എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നല്ലോ. ആ പെൺകുട്ടിയിൽ നിന്ന് കിട്ടിയ ജയിലും പാഞ്ചി അവളെ കാണിച്ചു കൊടുക്കുന്നു. അതിനും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു കേസുമായി കണക്ഷൻ ഉണ്ട് എന്നും അവൻ അവളോട് പറയുന്നുണ്ട്. അതിനെപ്പറ്റി കൂടി അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെന്നും അവൻ വ്യക്തമാക്കുന്നു. ഷെൻതു ഈ സമയം ഷിയാൻഷിയെ കാണാൻ വേണ്ടി അയാൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ തിരക്കിലാണ്, കാണാൻ പറ്റില്ല എന്ന് ഒരു ജോലിക്കാരൻ വന്ന് അറിയിക്കുന്നതിനാൽ അവന് നിരാശനായി മടങ്ങേണ്ടി വരുന്നു. അദ്ദേഹം മനഃപൂർവ്വം തന്നോട് അകലം പാലിക്കുകയാണ് എന്ന് ഷെൻതുവിന് മനസ്സിലാവുന്നുണ്ട്. ഷിയാൻഷി ഈ സമയം അദ്ദേഹത്തിന്റെ മുറിയിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ ചിത്രത്തിലേക്ക് നോക്കി വിഷമത്തോടെ എന്തൊക്കെയോ പറയുന്നത് കാണിക്കുന്നു. ഷെൻഹുയുടെ സെക്ടുകാർ ഉപയോഗിച്ചിരുന്ന ജെയ്ഡാണല്ലോ പാഞ്ചി നേരത്തെ യാൻഷിങ്ങിനെ കാണിച്ചത്. എന്തായാലും ഇത്ര ദൂരം ഷെൻഹുയുടെ ആൾക്കാർ എത്തിപ്പെടണമെങ്കിൽ അവർക്ക് ശക്തമായ പിന്തുണ നൽകുന്ന ആരോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതാരാണ് എന്ന് ഒരു ഐഡിയയുമില്ല. എന്തായാലും അധികാരം കൊണ്ടും പണം കൊണ്ടുമൊക്കെ നല്ല സ്വാധീനമുള്ള ആരോ ആണ് അത് എന്നൊക്കെ പാഞ്ചി അവളോട് പറയുന്നു. യാൻഷിങ് പോയി ഒരുപാട് സമയം കഴിഞ്ഞിട്ടും തിരികെ എത്താത്തത് കാരണം ഷെൻതു ആകെ അസ്വസ്ഥനായിരിക്കുകയാണ്. അവസാനം ക്ഷമ നശിച്ച് അവൻ അവളെ അന്വേഷിച്ചിറങ്ങുന്നു. അങ്ങനെ അവർ ഇരിക്കുന്ന സ്ഥലത്തിനടുത്ത് അവൻ എത്തുന്നുണ്ട്. അകത്തിരിക്കുന്നത് പാഞ്ചിയാണ് എന്ന് ഷെൻതുവിനിപ്പോൾ അറിയില്ല. പക്ഷെ സംസാരം കൊണ്ട് ഏതോ ഒരാണാണെന്ന് അവന് മനസ്സിലാവുന്നു. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞത്. അതത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വിളക്ക് അവൻ പുറത്ത് നിന്നുകൊണ്ട് എന്തോ എടുത്ത് എറിഞ്ഞ് അണയ്ക്കുന്നുണ്ട്. കാറ്റടിച്ച് വിളക്കണഞ്ഞാണെന്നേ ആർക്കും തോന്നും. പക്ഷെ ആരോ മനഃപൂർവ്വമാണ് അത് ചെയ്തതെന്ന് പാഞ്ചിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ശ്രദ്ധിച്ച് അവന് ഷെൻതു പുറത്ത് നിൽക്കുന്നത് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ അവനെ അസൂയ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ യാൻഷിങ്ങിനോട് കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ പെരുമാറുന്നു. നേരത്തെ അവൾക്കുള്ള ഗിഫ്റ്റായിട്ട് അവൻ ആ ബുക്ക് നൽകിയല്ലോ. തിരിച്ച് അവളും അവൻ്റെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നതാണ്. അത് കൊണ്ടുവന്നില്ല എന്ന് പാഞ്ചി ചോദിക്കുന്നു. പക്ഷേ തൻ്റെ ഫ്രണ്ട് ഒരു പെണ്ണാണെന്നാണല്ലോ യാൻഷിങ് ഇതുവരെ കരുതിയിരുന്നത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് പറ്റിയ ഗിഫ്റ്റാണ് കൊണ്ടുവന്നത്, അത് തരാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പിന്നീട് വേറൊരു ഗിഫ്റ്റ് റെഡിയാക്കി നിനക്ക് നൽകാമെന്ന് യാൻഷിങ് പറയുന്നുണ്ടെങ്കിലും എന്ത് ഗിഫ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പാഞ്ചി നിർബന്ധിച്ചപ്പോൾ അവൾ അതെടുത്ത് കാണിക്കുന്നു. ഒരു ഹെയർ പിൻ ആയിരുന്നു അവൾ വാങ്ങിയിരുന്നത്. അത് കാണിച്ച ശേഷം അത് അവനൊട്ടും മാച്ച് ആവില്ല എന്ന് പറഞ്ഞ് അവൾ അത് തിരികെ കൊണ്ടുപോകാൻ തുടങ്ങിയതാണ്. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു, ആദ്യമായി നൽകുന്ന ഗിഫ്റ്റ് തിരികെ നൽകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പാഞ്ചി അത് വാങ്ങിക്കാൻ തുടങ്ങുന്നു. പിന്നെ അവളോട് തന്നെ അത് തലയിൽ കുത്തി കൊടുക്കാൻ അവൻ ആവശ്യപ്പെടുന്നുണ്ട്. യാൻഷിങ് അത് അവൻ്റെ തലയിൽ കുത്തി കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട ഷെൻതുവിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. അവൻ ഒരു കല്ല് കൂടി എടുത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്ന ഒരു മെഴുകുതിരി കൂടി അണയ്ക്കുന്നു. അതോടെ യാൻഷിങ്ങിന് ഇത് ഷെൻതുവിൻ്റെ പണിയാണോ എന്ന് സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ അവൾ പിന്നീട് അധികം സമയം അവിടെ ഇരിക്കാതെ പെട്ടെന്ന് തന്നെ പാഞ്ചിയോട് യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങുന്നു. അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പ് ഷെൻതു അസിസ്റ്റന്റിനെയും കൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിടുന്നുണ്ട്. അതുകൊണ്ട് അവർ അവിടെ വന്ന് നിന്നു എന്ന് അവൾക്ക് അറിയാൻ കഴിയുന്നില്ല. അവൾ തിരികെ റൂമിലെത്തിയ സമയത്ത് അവൻ ബെഡിൽ കയറി കിടക്കുകയാണ്. അവൻ ഉറങ്ങിയെന്ന് കരുതി അവൾ ശബ്ദമുണ്ടാക്കാതെ മുറിയിലുണ്ടായിരുന്ന സോഫയുടെ മുകളിൽ പോയി കിടക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും നിനക്ക് ഇന്ന് രാത്രി ഉറങ്ങാൻ ഉദ്ദേശമൊന്നുമില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഷെൻതു അപ്പോഴേക്കും എഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെ അവൾക്കും എഴുന്നേൽക്കേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ തൻ്റെ കൂടെ വന്ന് കിടക്കാൻ ഷെൻതു അവളോട് ആവശ്യപ്പെടുന്നു. എതിർത്തിട്ട് കാര്യമില്ല, ഇതിനു മുമ്പും അങ്ങനെ ഒരുമിച്ച് കിടന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കാൻ എന്താണെന്ന് ചിന്തിച്ച് യാൻഷിങ് എഴുന്നേറ്റ് പോയി അവൻ്റെ ഒപ്പം കിടക്കാൻ തയ്യാറാവുന്നു. പക്ഷെ അവളെ കിടക്കാൻ സമ്മതിക്കാതെ അവൻ പിടിച്ചിരുത്തിയിട്ട് നിനക്ക് പാഞ്ചിയെ ഇത്രയ്ക്കങ്ങ് പിടിച്ചിരിക്കുകയാണോ, അവൻ നിന്റെ ടേസ്റ്റിനനുസരിച്ചുള്ള ആളാണോ എന്നൊക്കെ ചോദിക്കുന്നു. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. കേസ് അന്വേഷണത്തിന്റെ കാര്യമാണോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ കാര്യത്തിൽ ഒരേ ടേസ്റ്റ് തന്നെയാണ് എന്ന് തോന്നുന്നുവെന്ന് അവൾ പറയുന്നുണ്ട്. അതിനുശേഷം അവൾ വീണ്ടും കിടക്കാൻ തുടങ്ങിയെങ്കിലും അപ്പോഴും അവൻ അതിന് സമ്മതിക്കാതെ അവളെ പിടിച്ചിരുത്തുന്നു. എന്താണ് അവന്റെ ഉദ്ദേശം എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. നീ എന്നോട് ഇങ്ങനെ മര്യാദകേട് കാണിച്ചാൽ ഞാനും ഒട്ടും അടങ്ങിയിരിക്കില്ല എന്ന് അവൾ പറയുന്നുണ്ട്. നീ എന്നെ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ച് അവൻ വാശി പിടിപ്പിച്ചപ്പോൾ അവൾ അവന്റെ രണ്ട് കവിളിലും പിടിച്ച് അവനെ നോവിക്കാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് പുറത്ത് പരാതിക്കാർക്ക് പരാതി അറിയിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഡ്രം ആരോ അടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആരോ അവിടെ പരാതിയുമായി എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ് എല്ലാവരും മെയിൻ ഹാളിലേക്ക് ചെല്ലുന്നു. ഗവർണർ ഷാൻഷിയും അവിടെ എത്തിയിട്ടുണ്ട്.
പരാതിയുമായി വന്നയാൾ അവിടുത്തെ ഒരു മരുന്ന് കച്ചവടക്കാരനാണ്. അയാളുടെ മകളുടെ വിവാഹമായിരുന്നു അന്ന്. വരനും വരന്റെ അച്ഛനുമൊക്കെ അയാൾക്കൊപ്പം വന്നിട്ടുണ്ട്. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ വധുവിന്റെ മുറിയിലേക്ക് വരൻ പോകുന്ന സമയമായപ്പോൾ വധു അവളുടെ റൂമിലുണ്ടായിരുന്നില്ല. വിവാഹം രണ്ടു കൂട്ടരുടെയും സമ്മതത്തോടെ ഉറപ്പിച്ചായതുകൊണ്ട് വധു തനിയെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയതാണ് എന്ന് അവർ വിശ്വസിക്കുന്നില്ല. പിന്നെ ആരോ അവളെ തട്ടിക്കൊണ്ടുപോയതായിരിക്കാം എന്നുള്ള സംശയത്തിലാണ് അവർ. മകളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നൽകണമെന്ന ആവശ്യവുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഗവർണർ കേസ് ഏറ്റെടുക്കുന്നു. അന്വേഷണത്തിനായി കുറച്ചുപേർ അപ്പോൾ തന്നെ പറഞ്ഞയക്കുന്നുമുണ്ട്. അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്ത ഗസ്റ്റുകളുടെ എല്ലാം ലിസ്റ്റ് പരിശോധിച്ച് അതിൽ നിന്ന് മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താനൊക്കെ ആയിരുന്നു അയാൾ ഓർഡർ നൽകിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ലിസ്റ്റിലുള്ളവരെ വെരിഫൈ ചെയ്തിട്ട് ഉദ്യോഗസ്ഥർ തിരികെ എത്തുന്നു. അതിൽ കുറച്ച് പേരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെ അന്വേഷിച്ച് പോകണം. പക്ഷെ അതിന് കുറച്ച് ആളുകളുടെ സഹായം കൂടി വേണമെന്ന് അവർ അറിയിക്കുന്നു. ഇപ്പോൾ ഗവർണറുടെ കൂട്ടത്തിൽ അതിന് തക്കവണ്ണം ആളുകൾ കുറവാണ്. അതുകൊണ്ട് തൻ്റെ ആളുകളെ കൂടി കൊണ്ടുപോയി കാണാൻ ഷെൻതു പെർമിഷൻ നൽകുന്നു. അങ്ങനെ ജിങ്ലിനും കൂട്ടരും ആ അന്വേഷണ സംഘത്തിനൊപ്പം പോകുന്നുണ്ട്. യാൻഷിങ്ങും പാഞ്ചിയും കൂടി ആ പെൺകുട്ടിയെ മിസ്സിംഗ് ആയ റൂമിൽ ഒരു അന്വേഷണത്തിനായി ഈ സമയം പോയിരുന്നു. അവിടെ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ അവിടെ നടത്തിയിരുന്ന അലങ്കാര പണികളിൽ ചിലത് അലങ്കോലമായി കിടക്കുന്നത് യാൻഷിങ്ങിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ആ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്ന് പോയതല്ല, ആരോ ബലം പ്രയോഗിച്ച് അവളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയതാണ്. അതും ജനാല വഴിയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നൊക്കെ അവർ നിഗമനത്തിൽ എത്തുന്നുണ്ട്. അങ്ങനെ ജനാലയിലൂടെ അവർ പുറത്തേക്ക് നോക്കി അവിടെ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഷെൻതു അങ്ങോട്ടേക്ക് വന്നത്. അവരുടെ ആ നിൽപ്പ് അവൻ ഇഷ്ടപ്പെടുന്നില്ല. രണ്ടുപേരും കൂടി സംസാരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൻ അകത്തേക്ക് കയറി ചെന്നത്. ഞങ്ങളിവിടെ സംസാരിച്ച് നിൽക്കുകയായിരുന്നില്ല, കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തിരയുകയായിരുന്നു എന്ന് പറഞ്ഞ് അതുവരെ മനസ്സിലായ കാര്യങ്ങളൊക്കെ പാഞ്ചി അവനോട് പറയുന്നു. ഇനിയിപ്പോൾ ആ പെൺകുട്ടിയെ അന്വേഷിച്ച് പോവാൻ ഷെൻതുവിന്റെ ആൾക്കാർക്ക് ഓർഡർ നൽകാനും പാഞ്ചി പറയുന്നുണ്ട്. എന്തായാലും അവൻ ഇത്ര കാര്യമായിട്ട് ഇതൊക്കെ അന്വേഷിച്ചതല്ലേ, അതുകൊണ്ട് തങ്ങളുടെ കൂടെ അന്വേഷണത്തിന് അവനും കൂടി വരാൻ പറഞ്ഞ ഷെൻതു അവരെ കൂടി പിടിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പോയത്. വിവാഹ വിരുന്ന് നടക്കുന്ന സ്ഥലത്ത് നിന്ന് നേരത്തെ തിരികെ പോയ ഗസ്റ്റുകളെയൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി അവരെല്ലാം ഗവർണറുടെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഈ സമയത്തൊക്കെ യാൻഷിങ്ങും ഗവർണറുടെ ഒപ്പം ഇരിക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് അവിടെ നിന്ന് തിരികെ പോയതെന്നും ഈ കാണാതായ പെൺകുട്ടിയുമായി അവർക്കൊന്നും യാതൊരു കണക്ഷനും ഇല്ല എന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് വിവാഹം നടക്കുന്ന സ്ഥലത്ത് അസാധാരണമായി എന്തെങ്കിലും കണ്ടിരുന്നോ എന്ന ചോദ്യത്തിന് വിവാഹം എല്ലാം കണ്ടക്ട് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്ന ജിസെ എല്ലാം വളരെ പെർഫെക്റ്റായി ചെയ്യുന്നത് പോലെ എന്ന് തോന്നിയിരുന്നു. അതിൽ മാത്രം എന്തോ അസ്വാഭാവികത ഫീൽ ചെയ്തുവെന്ന് ഒരു സ്ത്രീ പറയുന്നുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് കേസിന് സഹായകമാകുന്ന രീതിയിൽ അവർക്ക് വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഈ ഷൂജിസയും ഈ സമയത്ത് മിസ്സിംഗ് ആണ് എന്ന് കുറിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അറിയാൻ സാധിക്കുന്നു. അയാളായിരിക്കുമോ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് എന്ന് ഗവർണർ യാൻഷിങ്ങിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിന് ഉത്തരം നൽകാൻ കഴിയുകയില്ല. ഇപ്പോൾ അയാൾക്ക് മേലുള്ള സംശയം ഒന്നുകൂടി കൂടിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വ്യക്തമായ തെളിവില്ലാതെ അയാളെ കുറ്റക്കാരനാക്കാൻ കഴിയില്ല എന്ന് അവൾ അറിയിക്കുന്നു. ഷെൻതു ഈ സമയം പാഞ്ചിയെയും കൂട്ടി ആ പെൺകുട്ടിയെ അന്വേഷിച്ച് ഇറങ്ങിയിരുന്നല്ലോ. അവർ കുറെ ദൂരം ചെന്നപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ ജിസെ അവരുടെ മുന്നിൽ എത്തിപ്പെടുന്നുണ്ട്. എന്തോ കണ്ട് പേടിച്ചതുപോലെയാണ് അയാൾ ഓടി വന്നത്. അവരെ കണ്ടും അയാൾ ഓടാൻ തുടങ്ങിയെങ്കിലും ഷെൻതു പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്ന പാഞ്ചിയെ തള്ളി അയാളുടെ ദേഹത്തേക്ക് ഇടുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി താഴേക്ക് മറിഞ്ഞ് വീഴുന്നുണ്ട്. അങ്ങനെ ജിസെ അവർക്ക് പിടികൂടാൻ സാധിക്കുന്നു. ഗവർണറുടെ വീട്ടിൽ നടന്ന ചോദ്യം ചെയ്യലിനെ പറ്റി ഷെൻതു അറിഞ്ഞിരുന്നില്ലല്ലോ. അയാൾ പറഞ്ഞപ്പോഴാണ് അയാൾ ഷൂജിസയാണ് എന്ന് അവൻ അറിയുന്നത്. അയാൾ ഒരു സ്ഥലത്തിന്റെ മുകളിൽ നിന്നായിരുന്നു താഴേക്ക് ഇറങ്ങി വന്നത്. അതിന് മുകളിൽ ആരെയോ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന് അയാൾ പേടിയോട് പറയുന്നുണ്ട്. അയാളെ ഗവർണറുടെ അടുത്തേക്ക് എത്തിക്കാനായി കാവൽക്കാർക്കൊപ്പം പറഞ്ഞയച്ച ശേഷം ഷെൻതു മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് തന്നെ നേരത്തെ തള്ളിയിട്ടതിന്റെ പേരിൽ പാഞ്ചി പരാതി പറഞ്ഞത്. അവനെ പരാതി ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ ക്രൂരമായ രീതിയിൽ പെരുമാറാൻ തനിക്ക് അറിയാം എന്ന് പറഞ്ഞ് ഷെൻതു ചെറുതായി ഭീഷണിപ്പെടുത്തിയപ്പോൾ പിന്നെ പാഞ്ചി കൂടുതൽ എതിർക്കാനൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി വീണ്ടും മുന്നോട്ട് പോകുന്നു. മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പിന് മുന്നിലായി അവർ ചെന്ന് നിന്ന സമയത്ത് മുകളിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ നിലവിളി കേൾക്കുന്നുണ്ട്. അങ്ങനെ അവർ വേഗം മുകളിലെത്തുന്നു. പക്ഷെ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു കയർ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നതും അതിന്റെ കുറച്ചപ്പുറത്തായി ഒരു കിണർ ഉള്ളതുമൊക്കെ ഷെൻതു ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവനെ കിണറിന്റെ അടുത്തേക്ക് പോയി പരിശോധിക്കുന്നു. അതിന്റെ ഉള്ളിൽ ആരോ ഉണ്ട് എന്ന് അവന് തോന്നുന്നതിനാൽ പാഞ്ചിയോട് അതിന്റെ അടിയിലേക്ക് പോയി പരിശോധിക്കാൻ അവൻ പറയുന്നു. പക്ഷെ ഞാനെന്തിനാണ് പോകുന്നത്, നിങ്ങളല്ലേ ഇതിന്റെ അന്വേഷണത്തിനായി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് പാഞ്ചി എതിർത്ത് നിൽക്കുന്നുണ്ട്. ഷെൻതു ഒട്ടും മരിക്കാതെ അവനെ തള്ളി കിണറ്റിലേക്ക് ഇടുന്നു. കിണറിനുള്ളിൽ അവർ അന്വേഷിച്ച് നടന്നിരുന്ന ആ പെൺകുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ പാഞ്ചി മുകളിൽ നിൽക്കുന്നവരുടെ സഹായത്തോടെ ആദ്യം അവളെ രക്ഷപ്പെടുത്തുന്നു. തങ്ങൾ അന്വേഷിച്ച് നടന്നിരുന്ന പെൺകുട്ടി അവൾ തന്നെയാണോ എന്ന് ഷെൻതു ചോദിച്ച് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴാണ് കിണറ്റിനുള്ളിൽ മറ്റൊരാൾ കൂടി ഉണ്ട് എന്ന് ആ പെൺകുട്ടി പറഞ്ഞത്. അപ്പോഴേക്കും പാഞ്ചി ഒരു വിധത്തിൽ വലിഞ്ഞു കയറി മുകളിലെത്തുന്നു. തന്റെ കാര്യമായിരിക്കും അവൾ പറയുന്നത് എന്നാണ് അവൻ കരുതിയത്. കരയ്ക്ക് കയറി കഴിഞ്ഞ ശേഷം തന്നെ അങ്ങനെ തള്ളിയിട്ടതിന്റെ പേരിൽ അവൻ ഷെൻതുവിനോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. ഈ സമയത്താണ് അവന്റെ കാര്യമല്ല പറഞ്ഞത്, അതിനുള്ളിൽ ഒരു ഡെഡ് ബോഡി ഉണ്ട് എന്ന് ആ പെൺകുട്ടി പറയുന്നത്. അങ്ങനെ ഷെൻതുവിന്റെ കൂടെ ഉള്ളവർ അതിനുള്ളിൽ ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ഡെഡ് ബോഡി മുകളിൽ എത്തിക്കുന്നു. ആ ബോഡിയുടെ കണ്ണ് ആരോ തുറന്നെടുത്ത നിലയിലായിരുന്നു. ഷെൻതു തന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ചുപേരെ അവിടെ ചുറ്റും പരിശോധന നടത്താനായി പറഞ്ഞയക്കുന്നു. ജിങ്ലിനോട് കിണറിനുള്ളിൽ ഇറങ്ങി പരിശോധിക്കാനും പറയുന്നു. അങ്ങനെ ജിങ്ലിൻ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ട്.
വെള്ളമൊന്നുമില്ലാതെ ഉണങ്ങി വരണ്ട് കിടന്നിരുന്ന ഒരു പൊട്ടക്കിണറായിരുന്നു അത്. അതിനുള്ളിൽ കുറെ വേസ്റ്റ് സാധനങ്ങൾക്കൊപ്പം ഒരു ചാക്കും കൂടി കിടക്കുന്നത് ജിങ്ലിൻ കാണുന്നു. അവൻ തിരികെ മുകളിലെത്തി ഷെന്തുവിനോട് റിപ്പോർട്ട് നൽകുന്നുണ്ട്. കിണറിനുള്ളിലും പരിസരത്തും ഒക്കെ തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് സംശയകരമായ രീതിയിലൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. എന്തായാലും കൂടുതൽ സമയം അവിടെ ചെലവഴിക്കാതെ ഡെഡ് ബോഡിയും ആ പെൺകുട്ടിയും ഒക്കെ ആയി അവർ തിരികെ ഗവർണറുടെ സ്ഥലത്തേക്ക് പോകുന്നു. ജിസയെ ഈ സമയം ഗവർണറുടെ മുന്നിൽ എത്തിച്ചിരുന്നല്ലോ. യാൻ സിംഗും അവിടെ ഉണ്ട്. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ആ പെൺകുട്ടി എവിടെയെന്ന് ചോദിച്ച് അയാളെ അറ്റാക്ക് ചെയ്യാനായി ഭയങ്കര വയലന്റായി ആകെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണർ ജിസയെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും തട്ടിക്കൊണ്ടുപോകൽ നടത്തിയത് ഞാനല്ല, ആ പെൺകുട്ടി ഒരാൾ തട്ടിക്കൊണ്ടു പോകുന്നത് കണ്ട് ഞാൻ രക്ഷപ്പെടുത്താനായി പുറകെ പോയതാണ് എന്നാണ് ജിസയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗവർണർ തിരിച്ചു മറിച്ചും പലതും ചോദിച്ചിട്ടും അവർക്ക് ആവശ്യമായ രീതിയിൽ ഒരു ഉത്തരം അയാളിൽ നിന്ന് ലഭിക്കുന്നില്ല. ഈ സമയത്താണ് ഷെന്തു തിരികെ എത്തിയിട്ടുണ്ട് എന്ന് ഇംഗ്ലണ്ട് വന്ന് യാൻ സിംഗിനോട് രഹസ്യമായി പറഞ്ഞത്. അങ്ങനെ അവൾ എഴുന്നേറ്റ് അവിടേക്ക് പോകുന്നു. യാൻ സിംഗ് ചെല്ലുന്ന സമയത്ത് പാഞ്ചി തണുത്ത് വിറച്ച് തീ കായുകയാണ്. പക്ഷെ അവനെ ശ്രദ്ധിക്കാതെ യാൻ സിംഗ് ഓടി ഷെന്തുവിന്റെ അടുത്തേക്ക് ചെന്ന് പോയിട്ട് കാര്യങ്ങൾ എന്തായി എന്നൊക്കെ അന്വേഷിക്കുന്നു. ഷെന്തു അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളൊക്കെ അവളോട് പറയുന്നുണ്ട്. ഇതിനിടയിലാണ് അവൻ തന്നെ ഉപദ്രവിച്ചു എന്ന രീതിയിൽ പാഞ്ചി അവളോട് പരാതി പറഞ്ഞത്. പക്ഷെ അവൾ അതത്ര കാര്യമായി എടുക്കാതെ തമാശയായി കളയുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചെത്തിയല്ലോ എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. സംശയകരമായ സാഹചര്യത്തിൽ ജിസയെ കണ്ടെത്തിയതും അങ്ങനെയാണ് അയാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെന്തു അവളോട് പറയുന്നുണ്ട്. അവർ പോയ ശേഷം ഇവിടെ കുറെ ഗസ്റ്റുകളെ ചോദ്യം ചെയ്യുന്നതിനെ പറ്റിയൊക്കെ യാൻ സിംഗും അവനോട് പറയുന്നു. അവരുടെയൊക്കെ സംഭാഷണത്തിൽ നിന്ന് ജിസെ ഒരു കുഴപ്പക്കാരനാണ് എന്ന് തോന്നുന്നില്ല എന്നും ശരിക്കും അയാൾ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് നന്നായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരുമെന്നും ഒക്കെ അവൾ പറയുന്നുണ്ട്. ബാക്കി ചോദ്യം ചെയ്യലിനായി അവൾ ഷെന്തുവിനെ കൂടി ഹാളിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഇത് ഈ ഗവർണറുടെ അധികാരപരിധിയിൽ നടന്ന ഒരു പ്രശ്നമല്ലേ, അതിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല, നീ പൊയ്ക്കോളാൻ പറഞ്ഞ് ഷെന്തു അവളെ തനിച്ച് പറഞ്ഞയക്കുന്നു.